മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ യാത്രയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നാട്ടിൽ നിന്ന് വിട്ട് മറുനാട്ടിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ തിരിച്ചിങ്ങോട്ട് വരണ്ടേ, എന്നാലല്ലേ കുടുംബത്തിനൊപ്പം ക്രിസ്മസും പുതുവർഷവും ഒക്കെ ആഘോഷിക്കാൻ പറ്റും. പ്രത്യേകിച്ചും അവധിക്കാലമാണ്. സ്ഥിരം നമ്മൾ പറയാറുള്ള കാര്യമാണ് മറുനാടൻ മലയാളികളുടെ യാത്രാ ദുരിതം. അതേക്കുറിച്ച് തന്നെയാണ്. കേരളത്തിലേക്ക് വിമാന ടിക്കറ്റ് നിരക്കിൽ താങ്ങാനാകാത്ത വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 50% മുകളിൽ വരെ ടിക്കറ്റ് നിരക്ക് കൂടിയിട്ടുണ്ട്. ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാനുമില്ല. ഒരു അത്യാവശ്യ സാഹചര്യം ഉണ്ടായാൽ പോലും ആളുകൾക്ക് നാട്ടിലെത്താൻ കഴിയില്ല എന്ന് ചുരുക്കം. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് മോർണിംഗ് നോബൽ മാരിക്കാരൻ. ക്രിസ്മസ് ആഘോഷിക്കാനായി നാട്ടിലേക്ക് വരാനിരുന്ന നോബിൾ ഈ ടിക്കറ്റ് നിരക്കൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് സുജയ. ടിക്കറ്റ് നിരക്ക് കണ്ട് എല്ലാ മലയാളികളും, പ്രത്യേകിച്ച് ദില്ലിയിൽ നിന്ന് നാട്ടിലേക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയൊക്കെ എത്താൻ നിൽക്കുന്ന മലയാളികളെല്ലാം ഞെട്ടിയിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. കാരണം 50%, അതായത് പകുതിയിലധികം വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 4 വിമാനത്താവളങ്ങളിലേക്കും ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് അത് വലിയ ഭീമമായ തുകയായി മാറിയിരിക്കുന്നു. നിലവിൽ ഉണ്ടായിരുന്നതിൻ്റെ 50% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഓരോ വിമാനത്താവളം വെച്ച് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കൊച്ചിയിലേക്കൊക്കെ ആണെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 3 ആഴ്ച മുമ്പൊക്കെ നമുക്ക് ഒരു 6500 രൂപയ്ക്കൊക്കെ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോഴത് 12,000-ന് മുകളിലേക്കാണ് ആ റേറ്റുകൾ എല്ലാം. ഈ ഉത്സവകാലം ക്രിസ്മസ് പ്രമാണിച്ചുകൊണ്ട് ഉള്ള ഡിമാൻഡ് അടിസ്ഥാനമാക്കി വിമാന കമ്പനികൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോടിനാണെങ്കിലും ഒപ്പം കണ്ണൂർ, തിരുവനന്തപുരം ഒക്കെ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ വലിയ തുക 12,000 മുതൽ മുകളിലേക്കാണ് ടിക്കറ്റ് നിരക്കുകൾ ഇപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും അത് ഒരു കാശ് കൊണ്ടുപോകുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഈ ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ ഈ വിമാനങ്ങളിലെങ്കിലും നാട്ടിലേക്ക് പോയി ക്രിസ്മസ് ആഘോഷിക്കാൻ കുടുംബത്തോടൊപ്പം പോകാമെന്നൊക്കെ കരുതുമ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന വലിയ വർധനവ് എന്താണെങ്കിലും വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ തന്നെ ട്രെയിനുകളുടെയൊക്കെ ബുക്കിംഗ് ഏറെക്കുറെ ഫുള്ളായിരുന്നു. ഇപ്പോഴും പല ട്രെയിനുകളും വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉള്ളത്. പ്രത്യേകമായി 10 ട്രെയിനുകൾ ഇന്നലെ കേന്ദ്രം അനുവദിച്ചെങ്കിൽ പോലും ഇതുകൊണ്ട് മാത്രം ഈ യാത്രാ ദുരിതം അവസാനിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് ഈ കേരളത്തിൽ പാലക്കാടുള്ള ആളുകളൊക്കെ പൂർണ്ണമായും ആശ്രയിക്കുന്നത് കോയമ്പത്തൂർ വിമാനത്താവളത്തെയാണ്. നേരത്തെ 5,500-നൊക്കെ നമുക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെയും 10 രൂപയിലേക്ക് വിമാന നിരക്ക് എത്തിയൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ വർധനവ് വിമാന നിരക്കിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉത്സവകാലത്ത് പോകാതെ ഇരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾക്ക് പോകാൻ നിൽക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മരണങ്ങൾ, ഇതിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ഇത് വലിയ തരത്തിൽ അലട്ടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മളോട് ഒരാൾ വ്യക്തമാക്കിയത് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു. അപ്പോൾ ആ അടിയന്തരമായി അദ്ദേഹത്തിന് നാട്ടിലെത്തേണ്ട സാഹചര്യമുണ്ട്. അദ്ദേഹമുണ്ട്, അതോടൊപ്പം ഭാര്യ, 2 മക്കൾ, ഇത്രയും ആളുകൾ ദില്ലിയിലുണ്ട്. അവർക്ക് നാട്ടിലേക്ക് അടിയന്തരമായി എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ടിക്കറ്റ് നിരക്ക് നോക്കുമ്പോൾ ഏറെക്കുറെ ഈ 4 പേർക്ക് നാട്ടിലേക്ക് എത്തണമെങ്കിൽ 48,000 മുതൽ 50,000 രൂപ വരെ മുടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ അടിയന്തര ആവശ്യങ്ങൾക്ക് പോകുന്ന ആളുകളെ പോലും വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ടിക്കറ്റ് നിരക്ക് വർധനമാണ്. എന്താണെങ്കിലും നോബൽ മാരിക്കാരൻ, ഇന്നലെയാണ് ഈ ക്രിസ്മസ് കാലത്ത് നോബൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഒരു വാർത്താക്കുറിപ്പ് വന്നത്. ക്രിസ്മസ് കാലത്ത് കേരളത്തിലേക്കും തിരിച്ചുമുള്ള വർദ്ധിച്ച യാത്രാ ആവശ്യകത കണക്കിലെടുത്ത ക്രിസ്മസിന് വിവിധ റെയിൽവേ സോണുകളിലുടനീളം 149 പ്രത്യേക ട്രെയിൻ ട്രിപ്പുകളും 10 പ്രത്യേക ട്രെയിനുകളും ഓപ്പറേഷൻ നടത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു എന്ന ഒരു വാർത്താക്കുറിപ്പ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നൽകിയിരുന്നു. അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് പ്രത്യേക സർവീസുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടതിന് മറുപടിയായി അനുവദിച്ച ട്രിപ്പുകളാണ് ഇത് എന്ന് പറയുന്നു. പക്ഷേ ഇതും മതിയാകില്ല അല്ലേ യാത്രാ ദുരിതം പരിഹരിക്കാൻ? തീർച്ചയായും ഇത്തരത്തിൽ ഈ വലിയ യാത്രാ ദുരിതം ഉണ്ടായപ്പോൾ അതിനകത്ത് നേരിയൊരു ആശ്വാസ നിലയിലാണ് ഇപ്പോൾ 10 ട്രെയിനുകൾ പ്രത്യേകമായി അനുവദിച്ചത്. കാരണം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ വിമാന നിരക്കും ഒപ്പം ട്രെയിനുകളിൽ ടിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യം മൂലം മറുനാടൻ മലയാളികൾ എംപിമാരെയൊക്കെ നിരന്തരം കണ്ടുകൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ, അത്തരത്തിൽ പ്രധാനപ്പെട്ട എംപിമാരെല്ലാം കേരളത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക ട്രെയിനെങ്കിലും അനുവദിക്കണം, വിമാന കമ്പനികളുടെ നിരക്ക് കുറയ്ക്കാൻ നടപടി സ്വീകരിക്കണം പല ഘട്ടങ്ങളിൽ പറഞ്ഞെങ്കിൽ പോലും ഒരു നടപടി ഉണ്ടാവാത്ത പശ്ചാത്തലത്തിൽ പ്രത്യേകമായി ട്രെയിനുകളെങ്കിലും അനുവദിക്കണമെന്ന ആവശ്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 10 ട്രെയിനുകൾ എന്താണെങ്കിലും പ്രത്യേക ട്രെയിനുകൾ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരമാകും എന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം അത്രയധികം ആളുകളുണ്ട്. പ്രത്യേകിച്ച് ദില്ലി മാത്രമല്ല, ദില്ലിക്ക് മറ്റ് പരിസരത്ത്, പ്രത്യേകിച്ച് പഞ്ചാബ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് പലയിടങ്ങളിലും മലയാളികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലത്ത് മലയാളികൾ നാട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതാണ്. എന്താണെങ്കിലും നിലവിൽ ട്രെയിനുകൾ അനുവദിച്ചത് ആശ്വാസകരമാണ് എന്ന് പറയാം. പക്ഷേ പൂർണ്ണമായും ഈ യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കാൻ ഈ ട്രെയിനുകൾ കഴിയില്ല. പക്ഷേ അപ്പോഴും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വിമാന കമ്പനികൾ ഈ കുത്തനെ നിരക്ക് കൂട്ടിയത് വലിയ തരത്തിൽ തന്നെ മറുനാടൻ മലയാളികൾക്ക് അവർ ഉത്സവകാലത്ത് നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം ഉത്സവം പങ്കിടാനുള്ള അവസരം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക ബാധ്യത ഇത് ഓരോ കുടുംബങ്ങൾക്കും ഉണ്ടാക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്.
ഓക്കെ, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. നോബിൾ, അപ്പോൾ നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ നോബിളിന്റെ ക്രിസ്മസ് ഡൽഹിയിലാണോ നാട്ടിലാണോ? എൻ്റെ ക്രിസ്മസ് ദില്ലിയിലാണ്. ദില്ലിയിൽ ഇതവണ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തീരുമാനമാണ്. കാരണം ഞാൻ കഴിഞ്ഞ മാസമാണ് നാട്ടിൽ പോയിട്ട് വന്നത്. അടുത്തിന് വീണ്ടും ഒരിക്കൽ കൂടി നാട്ടിലേക്ക് പോവുക, അത് ഞാൻ ആദ്യമേ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ദില്ലിയിൽ മാത്രമല്ല, നോബിളിലെ നമുക്ക് അവിടുത്തെ ആഘോഷ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഡൽഹിയിൽ ഈ തണുത്ത പ്രഭാതത്തിൽ തണുപ്പൊക്കെ കൂടി വരികയല്ലേ, അപ്പൊ ആ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാൻ നോബിൾ.